കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയൊക്കെ വാങ്ങുന്നത് മുസ്ലിംസാണ്. അത് അവർ കൈയടക്കുന്നു എന്നാണ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇത് ആരെങ്കിലും കൂടുതൽ പണവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ നമുക്ക് തരില്ല എന്നാരും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കൊക്കെ അത് വാങ്ങാം. പക്ഷേ അത് അവരാണ് വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ലാൻഡ് ജിഹാദ് ആവുന്നത് എങ്ങനെയാണ്? അതൊക്കെ ഒരു തരത്തിൽ ഈ സമൂഹത്തിൽ അങ്ങനത്തെ വേർതിരിവുകൾ വരുത്താൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് ലാൻഡ് ജിഹാദ് എന്നൊക്കെ. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ചില ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഇത് ഒരു കുത്തിവെക്കാനായിട്ട് ഉപകരിക്കുക. അതുകൊണ്ട് അവരുടെ കയ്യിലല്ല ഇപ്പം എല്ലാം സ്ഥലങ്ങളെല്ലാം പോകുന്ന സ്ഥാപനങ്ങളെല്ലാം അവരുടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കതിന് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനോ ആ സ്ഥലം വാങ്ങുന്നതിനോ നമ്മുടെ മുന്നിൽ ഒരു തടസ്സങ്ങളും ഇല്ല. അപ്പോൾ അവർ വാങ്ങുന്നതിനെ നമ്മളെങ്ങനെയാണ് കുറ്റം പറയുക എന്നുള്ളതാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് പ്രാഞ്ചിയേട്ടൻ. അതിലൊരു സംഭാഷണ ശകലമുണ്ട്. അതിങ്ങനെയാണ്: മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ഇപ്പോൾ അവരുടെ കയ്യിലാണ് ക്യാഷ് ഉള്ളത്. എന്നാൽ ഇന്ന് 10 വർഷങ്ങൾക്കിപ്പുറം അതെല്ലാം മാറി മറിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ലവ് ജിഹാദ് മാത്രമല്ല, ലാൻഡ് ജിഹാദും ബിസിനസ് ജിഹാദും മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി പോലും പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത്. കേരളത്തിലെ ബിസിനസ് രംഗമാകെ വ്യാപാര സ്ഥാപനങ്ങളും സംരംഭങ്ങളും അടക്കം മൊത്തവും മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ വിഭാഗം മുസ്ലിങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സംഘപരിവാറിൻ്റെ വ്യാജ പ്രചരണം. എന്നാൽ കണക്കുകൾ നോക്കുമ്പോൾ വസ്തുത മറ്റൊന്നാണ്. കേരളത്തിൽ നിന്നുള്ള സമ്പന്നരായ 10 പേരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ 5 പേരും ഹിന്ദുക്കളാണ്. ആ 10 പേരുടെ ലിസ്റ്റിൽ വെറും 2 മുസ്ലിങ്ങൾ മാത്രമാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. എന്നിട്ടും പ്രചരണം മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരാണ്. ആ 10 പേരുടെ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഇലക്ഷൻ കാലത്ത് മുസ്ലിങ്ങൾക്കെതിരെ പലതരത്തിലുള്ള കഥകൾ പ്രചരിപ്പിച്ച് മറ്റുള്ളവർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് ഏകീകരിച്ച് ആ വോട്ട് തട്ടാനുള്ള ശ്രമങ്ങൾ, അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കങ്ങൾ സംഘപരിവാർ നടത്തുമ്പോൾ ആ ലിസ്റ്റ് എന്താണെന്നും അതിൽ ആരൊക്കെയാണുള്ളതെന്നും ആരാണ് മുൻപന്തിയിലെന്നും യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ആ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ജോയി ആലുക്കാസാണ്. ഏതാണ്ട് $6.7 ബില്യൺ അദ്ദേഹത്തിൻ്റെ ആസ്തി. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒന്നാമൻ ഒരു ക്രിസ്ത്യാനിയാണ്. അത് ശ്രീമാൻ ജോയി ആലുക്കാസാണ്. രണ്ടാമതായി വരുന്നത് യൂസുഫ് അലിയാണ്. $5.4 ബില്യൺ അദ്ദേഹത്തിൻ്റെ ആസ്തി. $4 കോടി ആസ്തിയുമായി 3-ാം സ്ഥാനത്ത് വരുന്നത് RP ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ രവിപിള്ളയാണ്. 4-ാമതായി വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമായ ജെംസിന്റെ തലവൻ ശ്രീ സണ്ണി വർക്കിയാണ്. $3.9 ബില്യൺ അദ്ദേഹത്തിന്റെ ആസ്തി. $3.6 ബില്യൺ ആസ്തിയുമായി 5-ാം സ്ഥാനത്ത് വരുന്നത് കല്യാൺ ഗ്രൂപ്പിന്റെ ചെയർമാനായ ശ്രീ TS കല്യാണരാമനാണ്. ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ S ഗോപാലകൃഷ്ണൻ $3.5 6-ാം സ്ഥാനത്ത് വരുമ്പോൾ $3 ബില്യൺ ആസ്തിയുമായി 7-ാം സ്ഥാനത്ത് വരുന്നത് കെയ്ൻസ് ടെക്നോളജിയുടെ തലവനായ ശ്രീ രമേശ് കുഞ്ഞിക്കണ്ണനാണ്. 8-ാം സ്ഥാനത്ത് വരുന്നത് ഡോക്ടർ ഷംഷീർ വയലിൽ. അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $1.9 ബില്യൺ ആ ലിസ്റ്റിൽ 9-ാമനായി വരുന്നത് ST ഷിബുലാലാണ്. ഇൻഫോസിസിന്റെ സ്ഥാപകരിൽ ഒരാളായ അദ്ദേഹത്തിന്റെ ആസ്തി $1.9 ബില്യൺ 10-ാം സ്ഥാനത്ത് വരുന്നത് വ്യവസായിയായ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളിയാണ്. ബി ഗാർഡിന്റെ ചെയർമാനായ അദ്ദേഹത്തിന്റെ ആസ്തി $1.4 ബില്യൺ നോക്കൂ, കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ബിസിനസ് മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത് ആരാണെന്ന് ഈ ലിസ്റ്റ് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബിസിനസ്സുകൾ കൂടുതലായി ചെയ്യുന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങളായിരിക്കാം. അപ്പോഴും അവർ ചെയ്യുന്ന ബിസിനസിന്റെ ഒരു ലാഭവിഹിതം പോകുന്നത് ഇതേ സമ്പന്നരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ്. അങ്ങനെയാണ് അവരൊക്കെ കേരളത്തിലെ നമ്പർ 1 പണക്കാരായി മാറിയതും. നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും മുസ്ലിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടാവാം. പലയിടത്തും അവരുടെ സാന്നിധ്യവും ശക്തമായിരിക്കാം. പക്ഷേ അവരെല്ലാവരും സമ്പന്നരല്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവില്ലല്ലോ. ബിസിനസ് ചെയ്യുന്ന മുസ്ലിങ്ങളെല്ലാം സമ്പന്നരാണ്, ലക്ഷപ്രഭുക്കളാണ്, കോടീശ്വരന്മാരാണ് എന്നൊരു തെറ്റായ ധാരണയും ഇത്തരം പ്രചരണത്തിന്റെ ഭാഗമായി സംഘപരിവാർ അഴിച്ചുവിടുന്നുണ്ട്. എന്നാൽ കണക്കുകൾ ശരിവെക്കുന്നത് കേരളത്തിലെ ഏറ്റവും സമ്പന്നരായവർ ഹിന്ദുക്കൾ തന്നെയാണെന്നാണ്. മുമ്പൊരിക്കൽ ഒരു ഹൈന്ദവ സഹോദരി പറയുണ്ടായി, ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പോയാൽ ഒരു ഷോപ്പ് പോലും കാണാൻ സാധിക്കില്ല. എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ, ഒരു സർബത്ത് കുടിക്കണമെങ്കിൽ പിന്നെ അവിടുന്ന് കുറേ കിലോമീറ്ററുകൾ സഞ്ചരിച്ചെങ്കിൽ മാത്രം, എവിടെയെങ്കിലും മുസ്ലിങ്ങൾ കടയും തുറന്നിരിക്കുന്നിടത്ത് പോയാൽ മാത്രമേ വെള്ളം കുടിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ആ സഹോദരി പറയുകയുണ്ടായി. ഒരു പരിധിവരെ അത് ശരിയാണെന്നേ ഞാനും പറയുകയുള്ളൂ. ഭൂമി ധാരാളമായി കൈവശമുള്ള പല ഹൈന്ദവ സഹോദരങ്ങളും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. റോഡ് സൈഡിലുള്ള കണ്ണായ പല സ്ഥലങ്ങളും ഹൈന്ദവരുടെ കയ്യിലുള്ള പല ഭൂമികളും കാട് കയറി നശിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. കഷ്ടകാലത്തിന് ആ സ്ഥലത്ത് ഒരു ആല് മുളച്ചു പോയാൽ പിന്നെ അവിടെ വിളക്ക് വെക്കലായി, പ്രാർത്ഥനയായി, ക്ഷേത്രം പണിയലായി. പിന്നീട് ആ പരിസരത്തെങ്ങും ആർക്കും ഒരു തട്ടുകട പോലും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയുമാകും. ഇതാണ് യാഥാർത്ഥ്യം. ഉത്തരേന്ത്യയിൽ മുസ്ലിം വ്യാപാരികളെ ലക്ഷ്യം വെച്ച് അവരെ ഭീഷണിപ്പെടുത്തിയും കൊലപ്പെടുത്തിയും അവരുടെ പണം തട്ടി അതുകൊണ്ട് തിന്ന് ജീവിക്കുന്ന സംഘപരിവാർ ഗുണ്ടകൾക്ക് കേരളത്തിൽ അത് നടപ്പാക്കാൻ പറ്റാത്തതിലുള്ള വെറുപ്പും വിദ്വേഷവുമാണ് ഇത്തരം പ്രചരണത്തിന് പിന്നിൽ. അത് തിരിച്ചറിയാനുള്ള സാമാന്യബോധം അഭ്യസ്തവിദ്യരായ പ്രബുദ്ധരായ മലയാളികൾക്കുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സംഘികളെ നിങ്ങളുടെ പരാജയവും.